ഇവിടെ രണ്ട് പൊട്ടന്മാരെന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പൊട്ടനാ. ഒരു ഫോൺ പുതിയത് രണ്ടായിരുന്നു ഗൈസ്. പച്ചക്കളർ ഇഷ്ടാണ് ഗൈസ്. പുതിയ ഫോൺ അതാണ് ഞാൻ പോവാണ്. എടാ കയ്യോട്ടടാ പറഞ്ഞു കൊട്ടിക്കുന്നു. ടിൻഡിടി. നമുക്ക് പെൻസിലും ഉണ്ട്. ഇതെങ്ങനെ എടുക്ക എനിക്കറിയില്ല. ഗൈസ് ഇന്ന് ഫുള്ള് ട്വിസ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യം സഞ്ജുക്കാക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ആള് എനിക്ക് വലിയൊരു ഗിഫ്റ്റ് നിന്നെ ഞെട്ടിച്ച് സർപ്രൈസ് ചെയ്തു. കല്യാണം കഴിച്ചു, ഇനി കല്യാണം കഴിക്കുന്നത് ഉണ്ടാവില്ല, ഇനി വയ്യ സഹിക്കാൻ. നല്ല. അപ്പൊ ഗൈസ് നമ്മളത് ഓൾമോസ്റ്റ് ഒക്കെ റെഡിയായി. ഹസ്ബൻഡ് എണീച്ചിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയി. ഹലോ. ഓക്കെ, ഉള്ളി തിന്നണ്ടോ? നല്ല രസമുണ്ടല്ലോ. കിഷി കൊടുക്കുവോ? ഹാൻഡ് കിഷി. അപ്പൊ ഞങ്ങളിത് വീട്ടിലേക്ക് വന്നു. അവിടുന്ന് അധികം ടൈമൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല, കാരണം ഇവിടെ സെക്യൂരിറ്റി വരും. പിന്നെ ഹസ്ബൻഡ് ആകെ 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ വേഗം പോയി വന്നു. ഇവർ സർപ്രൈസ് ആയിട്ട് എനിക്ക് കേക്ക് ഇതൊക്കെ തന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ഉറങ്ങി. ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളോട് സംസാരിക്കാം. ഇപ്പം സമയം എത്രയായി? നമ്മൾ വന്നിട്ട് ഇറ്റ്സ് 2:59. ഏകദേശം ഒരു 3 AM ആയി. 2:59 ആണ്. അപ്പോൾ നമ്മളിത് തുറക്കാൻ പോവാണ്. നേരത്തെ ശരിക്കും കണ്ടില്ല. ഓക്കെ, ഇവിടെ രണ്ട് പൊട്ടന്മാരെന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പൊട്ടനാ. ഒരു ഫോൺ പുതിയത് രണ്ടായിരുന്നു ഗൈസ്. പച്ചക്കളർ ഇഷ്ടാണ് ഗൈസ്. പുതിയ ഫോൺ അതാണ് ഞാൻ നമ്മളിതിങ്ങനെ പൊട്ടിക്കും. ടിൻഡി ടിൻഡി ടീ. അതിന്റെ മ്യൂസിക് ആണ്. അതിന് ഞാൻ മാത്രം മതി. ടിൻഡി ടിൻഡി ടീ ടിൻഡി ടീ. ഇതിന് കോപ്പിറൈറ്റ് വരില്ലല്ലോ. ഓക്കെ, നീ എന്താ പറഞ്ഞ ഞാൻ എവിടെന്നെങ്കിലും ചാടിപ്പോന്നതാണോ? നമ്മളിങ്ങനെ തുറക്കാൻ പോവാണ്. ടിൻഡി ടീ. പിന്നെ എന്റെ സ്നേഹനിധിയായ ഭർത്താവ് ഓൾറെഡി നമുക്ക് ഈ സാധനം വാങ്ങി നിൽക്കുന്നത്. എന്താടാ? സ്ക്രീൻ ഗാർഡ് വാങ്ങിക്കണു. പിന്നെ എന്തോരു സാധനം. അതൊക്കെ ഈ പൊട്ടന്മാരാണ് ഫിറ്റ് ചെയ്ത് തരാ പറഞ്ഞ. അവർ ഫിറ്റ് ചെയ്യോ എനിക്കറിയില്ല. ഓക്കെ, ടിൻഡി ടീ നമ്മൾ തുറക്കാൻ പോവാണ്. എടാ കയ്യോട്ടടാ പറഞ്ഞു കൊട്ടിക്കുന്നു. ടിൻഡി ടീ. നമുക്ക് പെൻസിലും ഉണ്ട്. ഇതെങ്ങനെ എടുക്ക എനിക്കറിയില്ല. ഇതുമേ അതാ പെൻസിൽ പച്ച കളർ വരുവോ? പെൻസിൽ. ടിൻഡി ടീ. നീ എവിടെ ഡൗൺ ആക്ക? നീ ഒക്കെ പിടിച്ച് നമ്മളിത് ഓൺ ആക്കാൻ പോണ് ഗുയ്സ്. ഗാലക്സി. ഉള്ളിൽ വെക്കണോ? ഓക്കെ ഗൈസ്, ഇവരെന്തൊക്കെ പറയണോ എനിക്കറിയില്ല. ടിൻഡിടി. എടാ അത് ഉള്ളിക്ക് പോണില്ലടാ. പോയി. ഓക്കെ, അപ്പൊ ഇങ്ങനെ കറങ്ങും. ഓക്കെ, കണ്ടത് ഏതോ ഒരു ഭാഷക്ക് വന്നു ഗുയിസ്. അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ സെറ്റപ്പ് ചെയ്യാണ്. ഞാൻ കുറച്ച് ബുദ്ധിയില്ല രണ്ടാൾക്കാർക്ക് ഫോണും പിന്നെ എൻ്റെ ഹസ്ബൻഡും ഇതിന്റെ സ്ക്രീൻ ഗാർഡും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ് എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഫോർ യുവർ കേക്ക് ആൻഡ് യുവർ കാർഡ്. ഇതിന് ട്രീറ്റ് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓഫിൽ എന്തെങ്കിലും ഒരു ദിവസം തരുന്നതാണ്. അതുകൊണ്ട് മാക്സിമം ആൾക്കാർക്ക് ഓഫിൽ ഒരു ദിവസം തരുന്നതാണ്. ഓഫില്ലാത്ത നിർഭാഗ്യ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കാണിക്കുക.
അതുകൊണ്ടാണ് അതുല്യക്ക് ഇത്രത്. അടിച്ചാലും ഓഫാവും അല്ലെങ്കിൽ പക്ഷെ ഞാൻ കാര്യം ചോദിക്കട്ടെ, കറക്റ്റ് ഞാൻ ഷൂസ് ഇപ്പൊ എടുക്കണില്ല പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ എടുത്തു? അപ്പൊ നിങ്ങക്ക് ഇത്ര അന്തം വന്നോ? പറ. അതല്ലേ ഞങ്ങളിതൊക്കെ പാക്ക് ചെയ്ത് വെച്ചത്. ഫോൺ ഞങ്ങളല്ലേ കൊണ്ടുവന്നേ. അപ്പൊ പിന്നെ ഇത് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഇന്റെ ഗിഫ്റ്റിന്റെ കാര്യം നിങ്ങൾക്ക് അറിയായിരുന്നു, സഞ്ജുവിന് ഗിഫ്റ്റിന്റെ കാര്യം നിങ്ങൾക്ക് അറിയായിരുന്നു. അറിയുന്നു, രണ്ടും അറിയുന്നു. അതന്നെ. രണ്ടു ഇതറിയാന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ലായിരുന്നല്ലോ. അതില്ല. പക്ഷെ നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അന്ന് ഞാൻ വന്നപ്പോഴത്തേക്ക് സോന ഷൂ കൊണ്ടുവന്ന് എന്റെ കാണിച്ചിട്ട് പറഞ്ഞു സഞ്ജുവിന് മേടിച്ചാണ്. സഞ്ജു വന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഞാൻ S23 എങ്ങനെയുണ്ടടാ എന്റെ ഫോൺ എങ്ങനെയുണ്ടടാ, ഞാൻ സുഹാനയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിയതാടാ. QR കോഡ് എടുക്ക്. അതല്ല ഇന്ന് കാലത്ത് എന്റെ കൊണ്ട് തന്നെ പൊതിഞ്ഞു വെക്കണത്. അങ്ങനെ അപ്പൊ എല്ലാരും അറിഞ്ഞു, ഞാൻ മാത്രം അറിഞ്ഞില്ല. അപ്പൊ ഗുയിസ് നമുക്ക് ഉറങ്ങാൻ ഉദ്ദേശമുണ്ടോ? അല്ല കേക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടോ? നിങ്ങോ നിങ്ങൾക്കൊന്നും നിങ്ങളോ കഴിച്ചു? എന്റെ കുട്ടി ഇവിടെ ഉറങ്ങണ്. കേക്ക് ബാക്കിയുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ സമയം 4:07. നിങ്ങൾക്കത് കാണുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ 4:07 ആണ് ഇപ്പോൾ ടൈം. രാവിലെ 4 മണി പുലർച്ചെ. ഇപ്പോൾ 6:30 ആകുമ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരും. ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. ഞങ്ങളിവിടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുന്നു. പിന്നെ എൻ്റെ ഫോൺ അവർ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചു തന്നു. അപ്പോൾ അവൻ്റെ ഹസ്ബൻഡ് ഫോൺ ഓർഡർ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ കൂടെ സ്ക്രീൻ ഗാർഡും പിന്നെന്താ ഫോൺ കേസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിരുന്നു. ഫോൺ കേസ് ഇതുവരെ വന്നിട്ടില്ല, വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ അത് പാവം, ഐ ഫീൽ സോ ലക്കി. എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡ് അത്ര ഒരു എക്സ്പ്രസീവ് ആളല്ല. എക്സ്പ്രസീവ് ആണ്, ബട്ട് നോട്ട് ദാറ്റ് മച്ച് ലൈക്ക് നമ്മൾ മൂവിയിൽ കാണുന്ന പോലെ ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്യണ അത്ര ഒരാളല്ല, ബട്ട് ലിറ്റിൽ എക്സ്പ്രസീവ്. സോ ഞാൻ കുറേ കാലമായിട്ട് എന്താ പറയുക ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫോൺ. അതും ഞാൻ കുറച്ചൊരു ഫോട്ടോഗ്രാഫി, ഞാൻ ഭയങ്കര എന്താ പറയുക ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര സോഷ്യൽ മീഡിയ ആക്റ്റീവ് ഒരാളാണ് ഞാൻ. എൻ്റെ ഹസ്ബൻഡ് നേരെ ഓപ്പോസിറ്റ്. മേ ബി ഞാൻ എന്തെങ്കിലും നിർബന്ധിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ എടുക്കാൻ പോലും വരുള്ളൂ. അപ്പോൾ എനിക്ക് ഫോൺ ഭയങ്കര. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ S20 ഒക്കെ എടുത്തപ്പോൾ തന്നെ ഞാൻ പിന്നെ ആരും S23 എടുത്തു. അൾട്ര അല്ല, നോർമൽ S23. അപ്പോൾ അതിൽ തന്നെ ഫോട്ടോഗ്രാഫി ഭയങ്കര നല്ലതായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളിങ്ങനെ സൂം ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറേ. അപ്പോൾ ഞാൻ കോൺസ്റ്റൻ്റ്ലി ആളെടുത്ത് പറഞ്ഞിരുന്നു S23 എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ജനറലി നമ്മൾ നല്ലൊരു ഫോൺ കാണുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സോ ഇത് കിട്ടിയപ്പോൾ ഞാൻ ആകെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എക്സ്പ്രഷൻ കണ്ടറിയാം, ആകെ ഒരു എന്തോ പോലെയായി. ഷോക്ക് ബട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ, ബട്ട് ഐ എം സോ ഹാപ്പി. അതായത് എന്താ പറയുക, നമ്മൾ കുറേ കാലമായിട്ട് ഒരു കാര്യം ആഗ്രഹിച്ച് നടന്ന് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ സർപ്രൈസായിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ കണ്ടത്. ഭയങ്കര ഒരു എന്താ ഗിഫ്റ്റ് കിട്ടുമ്പോൾ അപ്പോൾ നമുക്ക് പ്രായമൊന്നുമില്ലല്ലോ, നമ്മൾ ചെറിയ കുട്ടികളെ പോലെ ആവും. സോ ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ അങ്ങനെയാണ്. ഞാൻ ഭയങ്കര ഓവർ എക്സ്പ്രസീവ് ആണ്. എൻ്റെ ഹസ്ബൻഡ് എക്സ്പ്രസീവ് അല്ലാത്തതിൻ്റെയും കൂടെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഞാൻ ഭയങ്കര ഓവർ ഇതാണ്. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ട ഈ ഫോണ്. S23 അൾട്ര 512 GB ആണ്. സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ പറഞ്ഞത്. കാരണം ഹസ്ബൻഡിന് 15 മിനിറ്റ്സ് ബ്രേക്കിലുണ്ട്, ആൾ പെട്ടെന്ന് പോയി. സോ ഇവർക്ക് അപ്പാരൻ്റ്ലി അറിയായിരുന്നു. വിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഹസ്ബൻഡിന് സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങി. അത് ഞാൻ ഇവരോട് പറഞ്ഞ്, ഹസ്ബൻഡ് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് വാങ്ങിയത് ഇവരോട് പറഞ്ഞു. കാരണം ഞങ്ങൾ മ്യൂച്വൽ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ ഇവർക്ക് ഞങ്ങൾ രണ്ടുപേരും വാങ്ങിയത് അറിയായിരുന്നു. ഞങ്ങൾക്ക് മാത്രമാണ് പരസ്പരം അറിയാതിരുന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം. റൂമും ഭയങ്കര മെസ്സിയാണ്. എനിക്ക് അടുക്കി വെക്കാൻ പോലും തോന്നില്ല. അതിന് മുന്നേ ഐ തോട്ട് ഐ ഷെയർ വിത്ത് യു ഗൈസ്. ഞാനിപ്പോൾ എന്തായാലും ഇനി ഉറങ്ങാനൊന്നും പോകുന്നുണ്ടാവില്ല. ഞാൻ ആൾ വരുന്നവരെ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാൻ പോവാണ്. ബട്ട് ഞാൻ അതൊന്നും ഇനിയിപ്പോൾ വീഡിയോ എടുക്കണില്ല. ഞങ്ങളുടെ കുറച്ച് പേഴ്സണൽ എന്താ പറയുക പ്രൈവറ്റ് മൊമെൻറ്റ്സ്. അപ്പോൾ മോളെന്തായാലും ഉറങ്ങി, ഇത്ര ലേറ്റ് ആയതല്ലേ. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് വാങ്ങിയത് കാണിച്ചു തരാം. ഞാൻ വാങ്ങിയത് ഇതാണ്, നൈക്കി ഷൂസ്. ഇത് കണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതാണ് നൈക്കി ഷൂ. ഇത് ഏതോ മോഡൽ, അതും ചോദിക്കാമെന്ന് എനിക്കറിയില്ല. എനിക്ക് ആക്ച്വലി ബ്ലാക്ക് ഇഷ്ടമാണ്, പക്ഷെ ബ്ലാക്കിനേക്കാൾ എനിക്ക് ഷൂസൊക്കെ എനിക്ക് ഒന്നും കൂടെ ഇഷ്ടം നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂ അല്ലെങ്കിൽ കുറച്ച് കളർ, എനിക്കാണെങ്കിൽ കുറച്ച് കളർഫുള്ളാണ്, പച്ച മഞ്ഞ ചുവപ്പ് അങ്ങനെ എല്ലാതും വേണം. പക്ഷെ ഞാൻ ഈ കളർ വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആമസോൺ വിഷ് ലിസ്റ്റിൽ ആൾ കുറേ കാലമായിട്ട് ഇട്ടിരുന്നൊരു സാധനമാണ്. അപ്പോൾ ആൾ ഉറങ്ങുന്ന ടൈമിൽ ഞാൻ മെല്ലെ ആ ലിങ്ക് എൻ്റെ ഫോണിലേക്ക് കോപ്പി ചെയ്ത് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ്. സോ ആൾ അറിഞ്ഞിട്ടില്ല. സോ അതുകൊണ്ടാണ് ആളുടെ മുഖത്ത് വലിയ റിയാക്ഷൻ ഇല്ലാതിരുന്നത്. പിന്നെ അധികം പൊതുവെ എക്സ്പ്രസീവും അല്ല.
കാരണം ഓൾറെഡി ആൾ കണ്ട് ഒക്കെ സെറ്റാക്കി ആൾക്ക് ഇഷ്ടമായിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചതാണല്ലോ. ഞാൻ ആദ്യം കുറേ വിചാരിച്ചു ഗിഫ്റ്റ് വാങ്ങണോ വാങ്ങണ്ടേ, ബിക്കോസ് എന്താ പറയുക, ആള് ആണ് വർക്ക് ചെയ്യാൻ പോണത്. ഇപ്പം ഞാൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോണില്ല. സോ എനിക്ക് എൻ്റെ അടുത്തില്ല എമൗണ്ടും എനിക്കില്ല പോക്കറ്റ് മണി പോലെ ആളെനിക്ക് മാസം മാസം സാലറി ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് എമൗണ്ട് എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് തരുന്നതാണ്. എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, സോന ഇത് ചിലവാക്കരുത്, എനിക്ക് ഓൾറെഡി ഞാൻ എല്ലാ ആനിവേഴ്സറിക്ക് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇപ്രാവശ്യം എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, സോന ഇപ്രാവശ്യം ഗിഫ്റ്റ് ഒന്നും വേണ്ട, നീ ചിലവാക്കരുത്, നിൻ്റെ ആവശ്യങ്ങൾക്കുള്ളതാണ്. പക്ഷേ എന്തോ ഞാൻ എന്തായാലും വാങ്ങിച്ചു. ഇതിന് ഏകദേശം 80 പൗണ്ടാണ് ആയത്. നാട്ടിലൊരു 8,000 INR വരും. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് അറിയായിരുന്നു ആളെന്തെങ്കിലുമൊക്കെ തരുന്നു, കാരണം എല്ലാ പ്രാവശ്യം സർപ്രൈസായിട്ട് തരുന്നതാണ്. പക്ഷേ ദിസ് വാസ് മാൻ ഹ്യൂജ്. എനിക്കിപ്പോൾ പോലും എനിക്ക് ചിരി, എന്താ പറയുക, സോ എക്സൈറ്റഡ്. ഓക്കെ, പിന്നെ നമ്മൾ വിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വെറും ഫ്ലവേഴ്സ് കൊണ്ടുപോവുക, എന്നിട്ട് ഹസ്ബൻഡ് വരുമ്പോൾ നമ്മൾ സർപ്രൈസായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ് പറഞ്ഞു അല്ല നീ എടുക്കുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. പക്ഷെ ഇവർക്കിത് ഓൾറെഡി അറിയായിരുന്നു ഹസ്ബൻഡ് എനിക്ക് സർപ്രൈസ് തരും. അതായത് ഹസ്ബൻഡിനെ സർപ്രൈസ് ചെയ്യാനാണ് ഞാൻ പോയത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് കാര്യം ഇവർക്കറിയാം. അപ്പോൾ ഹസ്ബൻഡ് ഓൾറെഡി ഇവരുടെ കയ്യിലാണ് എൻ്റെ ഫോൺ കൊടുത്തിരുന്നത്, പാക്കൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ കാണാതിരിക്കുക, ഞങ്ങൾ റൂമിൽ വെച്ച് ഞാൻ കാണുമല്ലോ. അപ്പോൾ ഇവരത് കൊടുത്തു. പിന്നെ എൻ്റെ ഗിഫ്റ്റ് ഞാൻ എടുക്കരുതെന്ന് പറഞ്ഞതാണ്, കാരണം ഞാൻ വെറുതെ ഫ്ലവേഴ്സ് മാത്രം കൊടുക്കുക, പിന്നെ ഇത് പിന്നെ കൊടുക്കുക. പക്ഷെ അവർ ഇത് കൊടുത്തു. അപ്പോൾ ഹസ്ബൻഡിന് ആക്ച്വലി അറിയില്ലല്ലോ ഞങ്ങൾ വരുന്നത്. എന്നിട്ട് ഇവർ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് ഗിഫ്റ്റ് ഹസ്ബൻഡിന് കൊടുത്തപ്പോൾ ഹസ്ബൻഡ് അത് എനിക്ക് തന്നു. മനസ്സിലായോ? അതാണ് ഇപ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്നിട്ട് ഞാൻ എൻ്റെ ഒരു മണ്ടത്തരം ഞാൻ ചോദിക്കും ഇത് എന്താണെന്ന് മനസ്സിലായെന്ന്, ഞാൻ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ ഞാൻ വഷളായത്. ഓക്കെ, അതൊന്നും വഷളത്തിട്ട് നമുക്ക് ഒത്തിരിയല്ല. സോ എനിവേ ഇറ്റ് വാസ് വെരി നൈസ്. പിന്നെ ഈ കേക്കിൻ്റെ കാര്യം അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയാതെ ഇവർ ഞങ്ങൾക്ക് സർപ്രൈസ് തന്നതാണ്. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. കേക്ക് വാസ് സോ യമ്മി. ബാക്കിയുള്ള കേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് കൊടുന്ന് അവിടെ അധികം നേരം നമുക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ ഇവർ നമുക്കൊരു ബ്യൂട്ടിഫുൾ കാർഡ് തന്നിട്ടുണ്ട്. ദിസ് വാസ് സോ ക്യൂട്ട്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് തുറക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇത് മരമാണോ ചെടിയാണോ ഇതെന്താ? മരത്തിൽ ഇവർ ഉമ്മ വയ്ക്കുന്ന കപ്പിൾ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ഒരു കാർഡാണ്. അപ്പോൾ ഇതിൽ കണ്ടോ ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ ഇതിലും അത് എഴുതിയിട്ടുണ്ട് ഹാപ്പി ആനിവേഴ്സറി സുഹാന ആൻഡ് തഞ്ചു, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സോ ഇത് നല്ലൊരു, അപ്പോൾ അവരുടെ ഈ കാർഡും പിന്നെ കേക്കും അവരുടെ സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ നമ്മളിനി എല്ലാവർക്കും ഓഫിലൊരു അന്ന് ഇവർക്ക് ട്രീറ്റ് കൊടുക്കുന്നുണ്ട്. സോ നാളെ, അതായത് ഇന്നിപ്പോൾ 12 കഴിഞ്ഞു, ഹസ്ബൻഡ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാനും ഇല്ല. എൻ്റെ ഹസ്ബൻഡ് നോർമലി ഇഷ്ടം ഹോം മെയ്ഡ് ഫുഡ്, ഹോം ആക്കണതിന് അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ അധികം ഇവിടെ ഉണ്ടാക്കാറ് ഫ്രൈഡ് റൈസ്, ബിരിയാണി, ഗീ റൈസ് ഒക്കെയാണ്. കാരണം എന്താ പറയുക, പൊതുവെ എൻ്റെ മോൾക്കും അതാണ് ഇഷ്ടം. പിന്നെ എന്നൊന്നല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. കാരണം നമ്മൾ മട്ടരിനേക്കാൾ ഇവിടെ റേറ്റ് കുറവ് ബസ്മതി റൈസിനാണ്. അപ്പോൾ ബസ്മതി റൈസ് നമ്മൾ വാരിക്കൊരു വിഭവങ്ങൾ ഉണ്ടാക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഹസ്ബൻഡ് എന്തായാലും നൈറ്റ് ഷിഫ്റ്റ് വന്നിട്ട് കുറച്ച് നേരം ഉറങ്ങും. അപ്പോൾ ഉറങ്ങി എണീക്കുന്ന ടൈമിൽ ആൾക്ക് നല്ല ഇഷ്ടമല്ലേ നല്ല നാടൻ ഫുഡ് എന്തെങ്കിലും, എന്താ ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. വേറെ കാര്യം സാധനങ്ങളൊക്കെ എന്തായാലും വാങ്ങിയിട്ടുണ്ടെന്ന് ഫ്ലവേഴ്സ് വാങ്ങാൻ പോയപ്പോൾ നിങ്ങൾ കുറച്ച് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും എല്ലാത്തിനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ നാടൻ ഫുഡ് ആൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ആളെ എണീക്കുമ്പോൾ. ആദ്യം ആൾ മോർണിംഗ് വരുമ്പോൾ നമുക്ക് നല്ല ചൂടോടെ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ പൊട്ടറ്റോ വേവിച്ചിട്ടുണ്ട്. പിന്നെ ദോശമാവ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സ്ഥിരം ഉണ്ടാക്കി വെക്കും, കാരണം എൻ്റെ മോൾക്ക് എപ്പോഴും ദോശ ഇഷ്ടമായതുകൊണ്ട് ദോശമാവ് ഇവിടെ നിന്ന് സ്റ്റോക്കാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് മസാല ദോശ ഭയങ്കര ഇഷ്ടമായി, നല്ല സ്ട്രോങ് ചായയും. അപ്പോൾ അത് കൊടുത്ത് പിന്നെ ആൾ ഉറങ്ങി എണീക്കുമ്പോൾ നല്ല ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. പിന്നെ അതിനുശേഷം പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. ഞങ്ങൾക്ക് എപ്പോഴും ഹസ്ബൻഡ് ഓഫുള്ള ഡേ പറഞ്ഞാൽ ഞങ്ങൾ മൂവി നൈറ്റാണ് ചെയ്യാറ്, ജസ്റ്റ് മീ ആൻഡ് ഹിം. അത് മോൾ ഉറങ്ങി കഴിഞ്ഞിട്ട് ലേറ്റ് നൈറ്റ് നമ്മൾ മൂവി കണ്ട് നമ്മൾ എനിക്ക് പിന്നെ ലേറ്റ് ആയിട്ടാണ് രാവിലെ. അപ്പോൾ അതാണ് നമ്മളെ പ്ലാന്. പിന്നെ പറ്റുകയാണെങ്കിൽ ഇവിടെ എവിടേക്കെങ്കിലും ഒന്ന് വാക്ക് പോകണമെന്ന് വിചാരിക്കണം പറ്റുകയാണെങ്കിൽ. ബട്ട് നിർബന്ധമില്ല, കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഇപ്പോൾ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുന്നത് ഫോർ എവറിത്തിങ്. ഐ എം സോ ലക്കി ടു ഹാവ് യു ഗൈസ്. എന്താ പറയുക, നമ്മൾ നാട്ടിൽ നിന്ന് ഒരു അന്യ നാട്ടിലേക്ക് വന്നിട്ട് ഇവിടെ ഒരേ വൈബിൽ ഫ്രണ്ട്സിന് കിട്ടുക പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ലക്കാണ്. അത് നമ്മൾ ഒരേ യൂണിവേഴ്സിറ്റി അല്ല ഒരേ കോഴ്സ് പോലും അല്ല, പല രീതിയിൽ പല അന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ, ആരും മലയാളിയെന്ന് ചോദിച്ച് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയത്. അങ്ങനെയും എന്നിട്ട് അവരുടെ ഫ്രണ്ട്സിന് അങ്ങനെ കുറേ പേരാണ് ഇപ്പോൾ നമ്മളെ കൂടെ ഇപ്പം വന്നത്. എൻ്റെ ഹസ്ബൻഡും ആകെ ഷോക്കായി സർപ്രൈസായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഹസ്ബൻഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യട്ടെ. ഗൈസ് ഇപ്പോൾ സമയം
5:40 ആയിട്ടുണ്ട്. എനിക്ക് തീരെ ഉറക്കം വരുന്നില്ല. അപ്പോൾ ഞാൻ കുറേ ഉറങ്ങാൻ നോക്കി. അപ്പോൾ എൻ്റെ മുഖം കൊണ്ട് കുറച്ചൊരു ഉറക്കക്ഷീണം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹസ്ബൻഡ് എന്തായാലും ഒരു 6:37 ആകുമ്പോഴേക്കും വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫുഡ് ഉണ്ടാക്കി മസാല ദോശ ഉണ്ടാക്കാൻ പോകുന്നത് ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആണ്. ഫുഡ് ഉണ്ടാക്കി നമുക്ക് ഒരുമിച്ച് കഴിച്ചിട്ട് ഒരുമിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങാം. ഹസ്ബൻഡ് ഇനി ഒരു ഈവനിങ് വരെ ഉറങ്ങുമായിരിക്കും. കാരണം ഇന്ന് ഓഫ് എടുത്തിട്ടുണ്ട് നമ്മൾ ആനിവേഴ്സറി ആയത് കാരണം. പിന്നെ ഫുൾ നൈറ്റ് ഷിഫ്റ്റ് അല്ലേ, അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. അപ്പോൾ ഞാനും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് ഉറങ്ങി. ഹസ്ബൻഡ് എണീക്കണമെങ്കിൽ കുറച്ച് മുന്നേ ഞാൻ എണീച്ചിട്ട് സാധനങ്ങളൊക്കെ ബേബിക്ക് ഇഷ്ടമുള്ള പോലെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇനുമോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവൾ എണീക്കുന്നതിന് മുന്നേ വേണം നമുക്ക് പോയി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ. ഞാൻ കിച്ചണിൽ പോയി നോക്കട്ടെ. എല്ലാവരും ഉറങ്ങുകയാണ്. ആക്ച്വലി നമ്മൾക്ക് ഇത്ര നേരം സംസാരിച്ചിട്ട് ഇപ്പോൾ കിടന്നിട്ടുള്ളൂ എല്ലാവരും. പക്ഷേ എല്ലാവരും ഉറങ്ങിയിട്ടൊന്നുമില്ല. കാരണം ചില ആൾക്കാരൊക്കെ ഞാനിപ്പോൾ ഓൺലൈനിൽ കണ്ടിരുന്നു. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഉറക്കം പിന്നെ എണീക്കലൊക്കെ കണക്കാണത്. അടുത്ത ദിവസം ഷിഫ്റ്റ് ഉണ്ടോ, നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടെ കൂടുന്നുണ്ടോ അതിനനുസരിച്ചിരിക്കും. ഗൈസ് ഇന്ന് ഫുള്ള് ട്വിസ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യം സഞ്ജുക്കാക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് വലിയൊരു ഗിഫ്റ്റ് നിന്നെ ഞെട്ടിച്ച് സർപ്രൈസ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് സർപ്രൈസ് ചെയ്തു, കേക്കും കാർഡും സംഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാനിപ്പോൾ സഞ്ജുക്കാക്ക് ഒരു ഇഷ്ടമല്ല ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിക്ക് വന്നപ്പോൾ ഉണ്ട് ഒരാളിതാ നേരത്തെ ഫ്ലെക്സ് ഒക്കെ എടുത്ത് വന്നിരിക്കണം. ഞാനാരായി ഇന്ന് ലീവാണ്. ഇനി നാളെ പോയാൽ നാളെയല്ല മറ്റന്നാൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പ്ലാൻസ് ഫോർ ടുഡേ. ഇന്ന് നമ്മള് ഉറങ്ങും അതല്ലേ? ഫയർ അലാറം ഓഫ് ആക്കി ഇട്ടിട്ടില്ലേ? അത് ഓഫൊന്നല്ല, അത് ഓണാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഞാനൊരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടായി തരും. ഓൾമോസ്റ്റ് ഒക്കെ ഡൺ ആണോ? ജസ്റ്റ് ഒന്ന് ചട്ടിക്കിട്ട് കടുക്കുറ. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക? പ്ലീസ്, ഞാൻ ഉദ്ദേശിക്കുക പറയണേ. എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കും. യെസ്, യു ആർ റൈറ്റ്. ദോശയും പിന്നെന്താ ചിക്കൻ കറി രാവിലെ തന്നെയോ? പിന്നെന്താ? എന്നാ അതൊന്നുമില്ല. ഇയാൾക്ക് തൽക്കാലം ഇപ്പൊ ദോശ, ബാക്കി ഞാൻ ഉണ്ടാക്കാം. ഹാപ്പി ആനിവേഴ്സറി. ഓക്കെ, ഈ ആനിവേഴ്സറിയിൽ നിങ്ങൾക്ക് വൈഫിനെ കുറിച്ച് പറയാൻ എന്തല്ലത്? ഇപ്പൊ പറയാൻ പറ്റിയ സമയമാണ്. കറക്റ്റ് ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കല്യാണം കഴിച്ചു. ഇനി കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാവില്ല. ഇനി വയ്യ സഹിക്കാൻ. നല്ല അലമ്പ് മെസ്സേജ് പറഞ്ഞാ നിക്ക് മൈക്ക്. ഡോണ്ട് ഡു പോളിഗമി, ഓൺലി മോണോഗമി അല്ലേ ബേബി? ഇതെന്ത് മെസ്സേജാണ്? അതാണ് ബട്ട് ഞാൻ കാര്യം ചെയ്യട്ടെ, നിങ്ങൾ എനിക്ക് ഫോൺ വാങ്ങി തരാൻ കാരണം എന്താ? നിങ്ങൾ തന്നെ പറയും നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല ഞാൻ വീഡിയോ എടുക്കണതും ഇതൊന്നും. ബട്ട് വൈ ഡിഡ് യു ബൈ മി എ ഫോൺ? അതെനിക്ക് ഏറ്റവും ഇഷ്ടമല്ല, ഞാൻ ആഗ്രഹിച്ചിരുന്ന ഫോൺ. ഒന്നുമില്ല, എന്തെങ്കിലും ഗിഫ്റ്റ് തരണ്ടേ വിചാരിച്ചപ്പോ. ഫോണിന് തരാൻ കാരണം എന്താ? നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല ഞാൻ എപ്പോഴും ഫോണിൽ കളിക്കണതൊന്നും. പിന്നെ അതെന്നെ എന്നിട്ട് തന്നതോ? അതെന്താ വെറുതെ തന്നു, അങ്ങനെ കാരണമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എക്സ്പ്രസീവ് പോയിട്ട് കണ്ട. ഇപ്പൊ ഞാൻ കൊടുത്ത ഫ്ലവർ ഒക്കെ ഇതാക്കി കളിക്കണു. അല്ല, അങ്ങനെ ആലോചിച്ചിട്ട് ഇത് എടുക്കാനൊന്നും എനിക്കറിയില്ല. ഞാൻ നിനക്ക് എന്താ നീ എപ്പോഴും യൂസ് ചെയ്യുന്ന എന്താ അത്രയാ നോക്കലുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു കാര്യം ഉണ്ടല്ലോ, നമ്മളെ കുട്ടി. അവക്ക് ഇനി പഴയ ഫോൺ എടുക്കാലോ. ആ ഫോൺ കൊടുക്കാട്ടോ, പഴയത്. ഞാൻ ഉദ്ദേശിച്ച അതല്ല, ഒന്നുമില്ല ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ഡൗൺ. ഞാൻ ഉദ്ദേശിച്ച അതല്ല, ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ ഞാനൊന്ന് സുഖമായി മസാല ദോശയും പിന്നെ നല്ല എന്താ പറയുക സ്ട്രോങ് ടീയൊക്കെ കുടിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് സുഖമായി ഉറങ്ങി. ഞാനിപ്പോൾ എണീച്ചു. ഇപ്പോൾ സമയം ഉച്ച കഴിയാറായി. പക്ഷേ സഞ്ജുക്ക് ഇതുവരെ എണീച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ആൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി നല്ല ഫുഡ് ഉണ്ടാക്കാൻ. സഞ്ജുക്ക് ഉറങ്ങുകയാണ്. ഇപ്പം നമ്മൾ ഇനുമോളും ഇതാ നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. ആൾ ഇന്നലെ രാത്രി ഉറങ്ങിയതാണ്, ഇതുവരെ എണീച്ചിട്ടില്ല.
അങ്ങനെ ചില റെയർ ദിവസങ്ങളിൽ അവൾ അങ്ങനെയാണ്. പക്ഷെ എനിക്കൊരു എന്താ പറയുക ഉഷാറിട്ട് വരുന്നില്ല, ഉറക്കക്ഷീണം എന്തൊക്കെയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് പോയി ഒന്ന് ഫ്രഷനപ്പായി ഒന്ന് ഷവറൊക്കെ ചെയ്ത് വരാമെന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രഷായി വന്നു. കറക്റ്റ് ഫ്രഷായി കിച്ചണിൽ കയറിയപ്പോൾ തന്നെ ഇനുവിൻ്റെ സൗണ്ട് കേട്ട് ഇനു എണീച്ചിട്ടുണ്ട്. ഇനി അവൾക്ക് ദോശ കൊടുക്കണം, അവൾക്ക് ബൂസ്റ്റ്, അവളുടെ കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കും. മിക്കവാറും ഒന്ന് ഫുഡ് ഉണ്ടാകുമ്പോഴേക്കും രാത്രിയാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഇപ്പം അടുത്തൊന്നും എണീക്കാത്തതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. കാരണം നൈറ്റ് ഷിഫ്റ്റ് ആണല്ലോ ആൾക്ക്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നാൽ അങ്ങനെ കുറേ നേരം ഉറങ്ങാറുണ്ട്. ഇനു മമ്മ എടുക്കുക കേട്ടോ. ഹായ് പറ, ഹായ് ഹായ് ഗൈസ് പറ, ഹായ് ഗൈസ് പറ. അയ്യോ മൈക്ക് പറിച്ചെടുത്തോ. ഹായ് ഗൈസ് പറ. ഫ്ലൈങ് കിഷ് നോക്ക്, ഫ്ലൈങ് കിഷ് നോക്ക്, ഫ്ലൈങ് കിഷ് നോക്ക്. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു വാല്യൂ ഇല്ല. അപ്പോൾ ഇനി ടെൻറ്റിൽ കയറണോ? ടെൻറ്റിനുള്ളിൽ പോകണോ? അമ്മ എടുക്കണോ? ഇനി ദോശ തരട്ടെ? ദോശ പപ്പ ഉറങ്ങിക്കോട്ടെ കേട്ടോ. ദോശ തരട്ടെ? ദോശ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി എന്താ വേണ്ടേ? പിസ്സ രാവിലെ തന്നെ. അപ്പോൾ ഇനി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ കാണാം. അപ്പോൾ ഇതാ ചിക്കൻ, ഇത് ലാസ്റ്റ് ബാച്ചാണ്. ഇതും കൂടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ്. പിന്നെ ഇപ്പോൾ ഹസ്ബൻഡും ഇനും കൂടെ ബബിൾ ബാത്ത് ചെയ്യാണ് അവർ ബാത്ത് ടബിൽ. അപ്പോൾ അവരെ ബബിൾ ബാത്ത് കഴിയുമ്പോഴേക്കിനും നമ്മൾ ചിക്കൻ കഴിയേണ്ടതാണ്. ഇനുമോളിതാ ഇനു ബബിൾ ബാത്ത് ചെയ്യാ പപ്പൻ്റെ ഇപ്പം. ബബിൾ ബാത്ത് ചെയ്യാണ് രണ്ടാൾക്കാരും കൂടെ. നിങ്ങൾ എടുക്കണില്ല, നിങ്ങൾ പേടിക്കണ്ട. ഇനു വെള്ളം കുടിക്കാൻ പാടില്ല. ഇനു പപ്പയാണൊന്ന് ബാത്ത് ചെയ്ത് തരുന്നേ. ഇനു ബബിൾ എവിടെ? നമുക്ക് ബബിൾ കാണിച്ച ഫേസ് പിന്നെ വാഷ് ചെയ്യാ. ബബിൾ കാണിച്ച ബബിൾ എവിടെ? ബബിൾ എവിടെ? ബബ്ബ കാണിച്ച, ബബ്ബ കാണിച്ച. ഹാൻഡിൽ എടുക്ക് ബബ്ബ. ബബിൾ കിട്ടിയ സന്തോഷത്തിലാണ്. പപ്പക്ക് കിഷി കൊടുക്കുവോ? ഹാൻഡുമ്മ കിഷി. പപ്പ വേണ്ട, അവൾക്ക് ഒറ്റക്ക് വീഴാനാണ് അവിടെ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ എല്ലാ ഫുഡും ഉണ്ടാക്കി കഴിഞ്ഞു. സഞ്ജുക്ക ഇനുവിനെ കുളിപ്പിച്ച്, സഞ്ജുക്ക് ഇപ്പോൾ ഫ്രഷായി കുളിച്ചിട്ട് വരും. അപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കണം. ഞാൻ ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല എന്താ അവസ്ഥ എന്നൊന്നും. ഇനുമോക്ക് നമ്മളിവിടെ ചില്ലി ചിക്കൻ കൊടുത്തിരുന്നു. ഇനുമോള് കുളിച്ച് സുന്ദരിയായിരിക്കണം ഇനു. പക്ഷേ ഇനുവിനെ വല്ലാതെ ഇഷ്ടമായിട്ടില്ല കേട്ടോ കുളിപ്പിച്ചത്. അവൾക്ക് ബാത്ത് ടബിൽ കളിക്കാൻ ഇഷ്ടം, പക്ഷെ കുളിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ കുളിച്ച് അവൾക്ക് ഞാനൊരു 2-3 പീസ് ചിക്കൻ കൊടുത്തിരുന്നു. അപ്പോൾ അതിലൊരു പീസേ ബാക്കിയുള്ളൂ. അപ്പോൾ ആൾക്ക് ചിക്കൻ ഫ്രൈ എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം സ്പൈസിയിലാണ് ഉണ്ടാക്കാറ്. കാരണം അവൾക്ക് ഇപ്പം തന്നെ കുറച്ചൊക്കെ ഒന്ന് എരിവ് പഠിച്ചോട്ടെ വിചാരിച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഇന്നത്തെ ഡിഷസ് എന്തൊക്കെയാണെന്ന് കാണാം.
നമ്മൾക്ക് ഫസ്റ്റ് റൈസ് എടുക്കുക, കുറച്ച് എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതിയല്ലോ. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂഡ് എങ്ങനെയാണെന്ന് അറിയില്ല, ചിലപ്പോൾ ഒന്നും കഴിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി സാമ്പാർ ഒഴിക്കുക. ഓക്കെ, ഇത്തിരി സാമ്പാർ ഒഴിച്ചു. ഇനി ഇതിൻ്റെ സൈഡിൽ ഇത്തിരി രസം. രസം നല്ല സ്മെല്ല്. രസമാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ്. എനിക്ക് സാമ്പാർ അത്ര ഒരു താല്പര്യമില്ല. പിന്നെ ചില്ലി ചിക്കൻ. ഇനു വെയിറ്റ് കമ്മിങ്. ചില്ലി ചിക്കൻ 3 പീസ് ഇരുന്നോട്ടെ. പിന്നെ പപ്പടം, ഒരു പപ്പടം എടുക്കാം. പിന്നെ നമ്മൾ എന്താണ് വെണ്ടക്ക മസാല, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം, എന്തോ ഒരു സാധനം. അതെടുത്തു. പിന്നെ ഇത് തൈര്, ഇതിൻ്റെ ഹസ്ബൻഡ് ഫേവറേറ്റ് ആയിട്ട്. ഒന്നുമില്ലെങ്കിലും തൈരും മോരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അയാൾ നല്ലോണം ഫുഡ് കഴിക്കും. അപ്പോൾ തൈര്. പിന്നെ കുറച്ച് ബീൻസ് ഉപ്പേരി. ഇതിപ്പോൾ ഞങ്ങൾ തന്നെ കഴിക്കണുള്ളൂ. കൈ കൊണ്ടൊക്കെ എടുക്കുക, സ്പൂണൊക്കെ ഇനി എടുക്കാൻ വയ്യ, കാരണം അത്ര വിശക്കണുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ഇതാണ് നമ്മൾ ഡ്രൈ ഫിഷ് ചട്നി വിത്ത് റെഡ് ഓണിയൻ. അപ്പോൾ ഇത് ഇത്തിരി എടുക്കുക. പിന്നെ നമ്മൾ അച്ചാറുണ്ട് ഇവിടെ. നമ്മൾ ഫിഷ് പിക്കിളാണ് ഇത്. നമ്മൾ ഏഷ്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇനി സ്ഥലമല്ല ഗൈസ് പ്ലേറ്റിലിടാൻ. ഇതൊക്കെ എടുത്തു വെച്ചു. അതിന് ഹസ്ബൻഡിനെ പോയി വിളിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ക്യാമറയൊക്കെ അല്ല ഫോണൊക്കെ. ഇതാരാണ് കുളിച്ച് ലുക്കായി വന്നിരിക്കുന്നത്? എന്താണ്? എങ്ങനെയുണ്ട് സഞ്ജുക്ക? ഏതേറ്റവും ഇഷ്ടമായത്? തുടങ്ങും, ഒരു സൈഡിൽ നിന്ന് തുടങ്ങ്. നിങ്ങൾക്ക് ലേഡീസ് ഫിംഗറും ബീൻസും നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? പിന്നെ നിങ്ങൾ ഫേവറേറ്റ് ഏതാ? സാമ്പാർ. രസം നിങ്ങൾക്ക് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ ഞാൻ രസത്തിൽ കുളിക്കും. വേറെ ചമ്മന്തി പൊടി വേണോ? എരിവ് കുറവാ? വേറെ എന്തെങ്കിലും കുറവുണ്ടോ? ഓക്കെ, നല്ല കുറവുണ്ടോ? ഓക്കെ. ചിക്കൻ എങ്ങനെയുണ്ട്? നിങ്ങളെ കുട്ടി എന്തായാലും ചിക്കൻ ഞാൻ കൊടുത്തത് ഫുള്ള് കഴിച്ചിക്കണ്. ഓള് ബബിൾ ബാത്തൊക്കെ കഴിഞ്ഞിട്ട് അതാ വെറും ചിക്കൻ എടുത്തു തന്നാണ്. അപ്പൊ എന്നാ ശരി, നമുക്ക് കഴിക്കാം. ഞാനും വരട്ടെ കഴിക്കാനും. ഓക്കെ. ഇനു കഴിക്ക്. പപ്പ കഴിച്ചോട്ടെ, മമ്മ തരാം. അങ്ങോട്ട് വാ. ഉള്ളിയാണ് തിന്നിക്കണത്, അതാണ്. ഉള്ളി തിന്നണ്ട. നല്ല രസമുണ്ടല്ലേ? പിന്നെ എന്തിനാ വൈകിക്കണ്ടേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണോ ഞാൻ പിന്നെയും ഡ്രസ്സ് മാറിയോന്ന്? പക്ഷേ ഡ്രസ്സ് മാറിയതല്ല, ഞങ്ങൾ ആക്ച്വലി പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനാണ് ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത്, ആനിവേഴ്സറി ആയിട്ട്. ഒരു ഡേറ്റ് നൈറ്റ് പോലെ ആസ് യൂഷ്വൽ. പക്ഷെ ഞങ്ങൾ പോയില്ല, കാരണം നമ്മൾ ഉച്ചക്ക് കഴിച്ച ഫുഡ് തന്നെ ഭയങ്കര ടൂ മച്ച് ആയതുകൊണ്ട് പോകാൻ തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ രണ്ടാമത് കുറച്ച് വിശക്കുന്നുണ്ട് ഗുയ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോയി വന്നു. ഇപ്പോൾ ക്രിസ്മസ് ട്രീ ഉണ്ടോ? ഇത് ഞങ്ങൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് ആസ്ഡേന്ന് വാങ്ങിയതാണ്. എൻ്റെ റൂംമേറ്റ് വാങ്ങിയതാണ് ആക്ച്വലി. അവൻ ഇങ്ങനത്തെ കുറച്ചൊക്കെ ഒരു പ്രാന്തിലൊരു ടൈപ്പാണ്. അവനാണ് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല നല്ല കളർഫുൾ കണ്ടോ? ഞാൻ കണ്ടോ? അപ്പോൾ എന്താ ഞാൻ പറയാൻ, അപ്പോൾ ഞങ്ങൾ ഇത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തൊരു ഷോർട്സ് അടുത്ത് വരുന്നതാണ്.
ഞാൻ ഷോർട്സ് എടുത്ത് തരാം, എടുത്തെന്നാൽ ഞാൻ ഇടും. ഓക്കെ ആ ഓക്കെ. അപ്പം ഞാൻ ഇപ്പം എന്താ പറയാൻ വന്നേ, അപ്പം നമ്മളൊക്കെ പോയി ജസ്റ്റ് ഒരു ഡ്രൈവൊക്കെ പോയി ആസ്ഡേയിൽ പോയിട്ട് നമ്മൾ വൈന് വാങ്ങി വന്നു. കാരണം ഇന്ന് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോൺ ആൽക്കഹോളിക് എന്തോ ഒരു വൈനാണ് വാങ്ങിക്കണേ. അതും പിന്നെ ചിപ്സും ഉണ്ട്. ചിപ്സ് വാങ്ങിയപ്പോൾ ഫുൾ പാക്കറ്റ് ആയിരുന്നു. അതിപ്പോൾ ഒരു 5 മിനിറ്റ് വെറുതെ വിട്ടുപോയപ്പോൾ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഒരു വൃത്തിയായിട്ടൊരു ഷർട്ടുണ്ട് അപ്പോൾ ഓക്കെ. പക്ഷെ ഇത് വാങ്ങിയപ്പോൾ 18 പാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതിങ്ങനെ മാറിയത്. അപ്പോൾ നമ്മളത് കുടിച്ച് ഫ്രണ്ട്സൊക്കെ നമ്മൾ വല്ല ഗെയിം കളിക്കുക അല്ലെങ്കിൽ യൂഷ്വൽ സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. സഞ്ജുക്ക് ഇപ്പോൾ വീഡിയോയിൽ വരാത്തതിന് സഞ്ജുക്ക് ഇപ്പോൾ കുട്ടിൻ്റെ കൂടെ കളിക്കുകയാണ്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു. ഇന്നലെ മുതൽ നിങ്ങൾ കണ്ടു, നമ്മൾ സർപ്രൈസ് ചെയ്തു, ഞങ്ങളെ ഇങ്ങോട്ട് സർപ്രൈസ് ചെയ്തു. ആകെ മൊത്തം ഒരു ട്വിസ്റ്റ് ആൻഡ് ഫുൾ കൊളാകൽ ഒരു സംഭവമായിരുന്നു. എന്താടാ അവൻ ചിരിക്കണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമ്മൾ പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നതാണ്. ഇപ്പോൾ പുതിയ ഫോണൊക്കെ ഇട്ടല്ലോ, അപ്പോൾ ഞാൻ റിച്ചായി. അപ്പോൾ ഞാൻ കുറേ ഷോർട്സൊക്കെ ആയിട്ട് വരുന്നതാണ്. പക്ഷെ എനിക്ക് അധികം എടുക്കാനൊന്നും അറിയില്ല. പക്ഷെ ഇവൻ പറഞ്ഞാൽ ഏത് പൊട്ടനെ ഫോൺ കൊണ്ട് എടുക്കാന്ന്. അപ്പോൾ ഞാൻ എന്തായാലും എടുക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി വൈനൊക്കെ കുടിച്ച് ഫ്രണ്ട്സ് ഇപ്പോൾ വരും. പിന്നെ ഒക്കെ കൂടെ എടുക്കണില്ല. എല്ലാം വീഡിയോ ആയാലും കുറച്ച് ഇപ്പം തന്നെ ഭയങ്കര ലോങ് ആയി തോന്നുന്നു. ലോങ് ആയില്ലെങ്കിലും വെറുതെ എടുക്കണില്ല. എപ്പോഴും നിങ്ങൾ എല്ലാ വീഡിയോയിലും കണ്ടും അടുത്ത മുഖങ്ങൾ അവർ തന്നെയാണ് ഫ്രണ്ട്സ്, വേറെ ആരുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്, ടേക്ക് കെയർ, ഹാപ്പി ക്രിസ്മസ്. പിന്നെ ഇനുമോൾ കുറേ ക്രിസ്മസ് ഡ്രസ്സിൽ നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവളൊന്നും നിന്ന് തന്നില്ല. ഷോർട്സിൽ അവൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ക്രിസ്മസ് ഡ്രസ്സ് ഉണ്ട്. നല്ല മാനൊക്കെ ഉള്ള ഡ്രസ്സാണ് ഉള്ളത്. നല്ല ഡ്രസ്സുണ്ട്. അപ്പോൾ ഞാൻ പറ്റുകയാണെങ്കിൽ അത് ഇതിലിടാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.